മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് തിരുനക്കര ക്ഷേത്രത്തിൻ്റെ അടുത്ത് വെച്ച് നടന്ന ഭാഗവത സത്രത്തിൽ അനവധി പ്രഗത്ഭരുടെ പ്രഭാഷണം ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ ക്ഷേത്രത്തെക്കുറിച്ച്, ക്ഷേത്ര ശാസ്ത്രത്തെക്കുറിച്ചും സങ്കല്പത്തെക്കുറിച്ചുമെല്ലാം അഗാധമായ പാണ്ഡിത്യമുള്ള ശ്രീ AKB നായരുടെ പ്രഭാഷണം ക്ഷേത്രത്തെക്കുറിച്ചും ഗജേന്ദ്ര മോക്ഷത്തെക്കുറിച്ചും ഉണ്ടായിരുന്നു. ക്ഷേത്രീയ കാര്യങ്ങളിലും നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളിലും അസാധാരണമായ പാണ്ഡിത്യം ഉള്ള ശ്രീ AKB നായർ മാതൃഭൂമിയിലും മറ്റു പത്രങ്ങളിലും നിരന്തരം എഴുതാറുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ രചനകളും ചിന്തകളുമെല്ലാം ആരും ചോദ്യം ചെയ്യാറുമില്ല. അത്ര നന്മ നിറഞ്ഞ രീതിയിൽ തന്നെയാണ് പ്രഗത്ഭനായ വ്യക്തി എഴുതാറുള്ളതും. തിരുനക്കരയിൽ നടന്ന ഭാഗവത സത്രത്തിൽ പ്രഭാഷണം നടത്തിയതുമെല്ലാം. തിരുനക്കരയിൽ നടന്ന പ്രഭാഷണത്തിൽ അദ്ദേഹം ആനകളെ കുറിച്ച് പറയുകയുണ്ടായി, ഗുരുവായൂർ കേശവനെ കുറിച്ച് പറയുകയുണ്ടായി. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ആനകൾ നിർബന്ധമായിട്ടും വേണമെന്നുള്ളതിനെക്കുറിച്ചും, ക്ഷേത്ര അനുഷ്ഠാനങ്ങളുടെ അവിഭാജ്യ ഘടകമാണ്, ക്ഷേത്ര സംസ്കാരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ആനകളെന്നും, ആനകൾ ക്ഷേത്രത്തിൽ ഉത്സവാവശ്യത്തിന് ഉപയോഗിക്കുന്നതിനെതിരെ പലരും പ്രസംഗിക്കുന്നത് ശരിയല്ല എന്നും ഭാഗവത സത്രത്തിൽ പറഞ്ഞതിന് വളരെ വ്യക്തമായ രീതിയിൽ ആനകളോട് ക്രൂരത കാണിക്കുന്നതിനെക്കുറിച്ചും എല്ലാം ഞാൻ തിരിച്ച് ശ്രീ AKB നായർക്കുള്ള സന്ദേശം എന്നുള്ള രീതിയിൽ യൂട്യൂബിൽ 10-12 ദിവസങ്ങൾക്ക് മുമ്പ് അപ്ലോഡ് ചെയ്യേണ്ടായി. ഞാൻ പറഞ്ഞത് ഭാഗികമായിട്ട് മാത്രം കേട്ടിട്ടോ അല്ലെങ്കിൽ മുൻവിധിയോടുകൂടി കേട്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്തത് കൊണ്ടോ ശ്രീ AKB നായർ അദ്ദേഹവും യൂട്യൂബിൽ ഒരു സ്പീച്ച് 23 മിനിറ്റുള്ളത് അപ്ലോഡ് ചെയ്യേണ്ടായി. അത് ഞാൻ നേരിട്ട് കേട്ടു. ഞാൻ പറഞ്ഞതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ലാത്ത വീക്ഷണമാണ് അദ്ദേഹത്തിൻ്റേത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാത്തത് പറഞ്ഞു എന്നും ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തെ തെറ്റിദ്ധരിച്ചു എന്നും ബാലകൃഷ്ണൻ പറയുന്ന കാര്യങ്ങളോട് യോജിക്കാൻ പറ്റില്ലെന്നും അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ പറയുകയും ആ സ്പീച്ചിലെ ലിങ്ക് എൻ്റെ പ്രഭാഷണത്തോട് ചേർത്ത് കൊടുക്കുകയും ചെയ്തതുകൊണ്ട് അതിനൊരു ചെറിയ സന്ദേശം കൊടുക്കുന്നത് നല്ലതാണെന്ന് ധാരാളം പ്രവർത്തകരെ വിളിച്ച് പറയുകയുണ്ടായി. അതിനനുസരിച്ചാണ് ഞാൻ ഇന്ന് ചില ക്ലാരിഫിക്കേഷൻ നൽകുന്നത്. അത് ക്ഷേത്രത്തെക്കുറിച്ച് അഗാധമായി പാണ്ഡിത്യമുള്ള അദ്ദേഹം തന്നെ പറയുന്നത് പോലെ 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള, നിരന്തരം ക്ഷേത്രത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുകയും പത്രമാധ്യമങ്ങളിലൂടെ എഴുതുകയും ചെയ്യുന്ന അദ്ദേഹത്തിനുള്ളൊരു മറുപടിയല്ല, വെല്ലുവിളിയുമല്ല, ഉപദേശവുമല്ല, സന്ദേശവുമല്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം ശരിക്ക് കേൾക്കാത്തതിൻ്റെ ക്ലാരിഫിക്കേഷൻ മാത്രമാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം അനവധി ക്ഷേത്രങ്ങളുടെ നല്ല ഉപദേഷ്ടാവാണെന്നും
അനവധി ക്ഷേത്ര കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ആളാണെന്നും വളരെ വ്യക്തമായിട്ട് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് വളരെ അതിനോട് ചേർന്ന് പറയാനുള്ളത് 27 ക്ഷേത്രങ്ങൾ സ്വന്തം കൈകൊണ്ട് കേരളീയ ക്ഷേത്ര ആചാര അനുഷ്ഠാന ശില്പശാസ്ത്ര പ്രകാരം പ്രതിഷ്ഠിച്ച് 14 ക്ഷേത്രങ്ങൾ അവനവൻ്റെ സാന്നിധ്യത്തിൽ ശിഷ്യന്മാരെ കൊണ്ട് പ്രതിഷ്ഠിപ്പിച്ച് ക്ഷേത്ര ആചാരങ്ങളിൽ അണുവിട വ്യത്യാസം വരുത്താതെ കേരളീയമായ എല്ലാ നന്മകളും ചേർത്ത് കേരള ക്ഷേത്ര മാതൃക പ്രതിഷ്ഠിച്ച ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം വളരെ വ്യക്തമായ ഭാഷയിൽ പറഞ്ഞത് കരിയും കരിമരുന്നും പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ്. ആരാധ്യനായ A.K.B. നായർ ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആളാണ്. ഇവിടെ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്ര സങ്കല്പങ്ങൾ അഗാധമായി പാണ്ഡിത്യമുള്ള നാരായണ ഗുരുദേവൻ പറഞ്ഞ വരിയാണ് കരിയും കരിമരുന്നും ഒഴിവാക്കണം. അദ്ദേഹം A.K.B. നായർ എൻ്റെ പ്രഭാഷണത്തിനെ വിമർശനാത്മകമായി വിലയിരുത്തിക്കൊണ്ട് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ആനകൾ വരുത്തുന്ന നാശവും ആനകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും ആനകൾ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ സ്വത്തുക്കൾക്കും ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഗോപാലകൃഷ്ണൻ വിവരിച്ചു പറഞ്ഞു എന്നാണ്. 100% തെറ്റാണ്. ആനകൾ ഉണ്ടാക്കുന്ന നാശത്തെക്കുറിച്ചും ആനകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഞാൻ ഒരു വരി പോലും അതിൽ പറഞ്ഞിട്ടില്ല. ആനകൾക്ക് മനുഷ്യരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ മനുഷ്യർ ഇത്രയും ഭീമാകാരനായ ഒരു ജന്തുവിനെ കൂച്ചുവിലങ്ങിട്ട് അടിച്ചു കൊന്ന് മദ്യപിച്ച് അതുപോലെ തന്നെ ജീവിതാന്ത്യം വരെ അതിനെ ചൂഷണം ചെയ്യുന്നതിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ആനകൾ മനുഷ്യർക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, പല ക്ഷേത്രങ്ങളിലും നടക്കുന്ന പ്രഭാഷണങ്ങളിൽ ആനകൾ മനുഷ്യന് പ്രശ്നമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അനുഭവിക്കുന്ന വേദനയുടെ ആ ആനയെ അനുഭവിപ്പിക്കുന്ന വേദനയുടെ പ്രതികാരമാണെന്ന് അതിലൊരു തെറ്റുമില്ലെന്ന രീതിയിലേ ഞാൻ ക്ഷേത്രങ്ങളിൽ പ്രഭാഷണം നടത്താറുള്ളൂ. അപ്പോൾ ആരാധ്യനായ A.K.B. നായർ ഞാൻ പറഞ്ഞത് കേട്ടിട്ടല്ല, അല്ലെങ്കിൽ ഭാഗികമായി കേട്ടിട്ടാണ് അത് പറഞ്ഞത് എന്നുള്ളതിൽ വലിയ ദുഃഖമുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൻ്റെ അവസാനത്തിൽ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞത് തന്നെ അദ്ദേഹം ആവർത്തിച്ചിട്ട് ഗോപാലകൃഷ്ണനോട് യോജിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. ആനകളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. 1-2 ആനകളിലൂടെ ഈ ഉത്സവങ്ങൾ ഗംഭീരമായിട്ട് ആഘോഷിക്കാവുന്നതാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമല്ല, 4 ആഴ്ചയ്ക്ക് മുമ്പ് മലപ്പുറത്തെ തൃച്ചംബരം അമ്പലത്തിൽ ചെന്നപ്പോൾ ആയിരക്കണക്കിന് വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഒരു ആനയിൽ നടക്കുന്ന ഉത്സവത്തെക്കുറിച്ച് ഉദാഹരണ സഹിതം വിവരിക്കുകയും ഞാൻ ചെയ്തു. അത് ഞാൻ കാണുകയും ചെയ്തതാണ്. ഞാൻ അവിടെ നിൽക്കുകയും ചെയ്ത ആളാണ്. ആ ക്ഷേത്ര ഭാരവാഹികൾ പറയുകയും ചെയ്തു, എത്ര വേണമെങ്കിലും ആനകളെ കൊണ്ടുവന്ന് ഉത്സവം നടത്താൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല, മറിച്ച് ഒരാന മതി എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് അത് ചെയ്തത് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ആനകളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നത് തെറ്റാണ്. അതും അദ്ദേഹം ഭാഗികമായിട്ട് കേട്ടിട്ടാണ് പറഞ്ഞത്. ആനകളെ ഒഴിവാക്കണം, സാധിക്കുമെങ്കിൽ ആനയ്ക്ക് പകരം രഥവും ബാക്കിയുള്ളത് ഉപയോഗിക്കണം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആനയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നില്ല, 1-2 മതി എന്ന് 2-3 പ്രാവശ്യം ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. പിന്നെ മൃഗങ്ങൾക്ക് മോക്ഷം കിട്ടേണ്ടതല്ലേ എന്ന് A.K.B. നായർ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. ഒരു മൃഗത്തിനും മോക്ഷം കിട്ടണമെന്നില്ല, കിട്ടണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മൃഗങ്ങൾക്ക് മോക്ഷം കിട്ടണമെന്ന് മൃഗങ്ങളെ വേദനിപ്പിക്കുന്നതിനെതിരെയും അറുത്ത് കൊല്ലുന്നതിനെതിരെയും ഇത്രയും അധികം പ്രഭാഷണം പൊതുവേദിയിൽ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയും ഉണ്ടാവില്ല, ലോകത്തിൽ ഒരു വ്യക്തിയും ഉണ്ടാവില്ല.
ഗോപാലകൃഷ്ണനെ പോലെ പ്രഭാഷണം നടത്തിയിട്ടുള്ള. ഇപ്പം മൃഗങ്ങൾക്ക് മോക്ഷം കിട്ടേണ്ട വിഷയത്തെക്കുറിച്ച് ഞാൻ കടന്നിട്ടില്ല. ഗുരുവായൂർ കേശവൻ ഏകാദശി ദിവസം മരിച്ച അദ്ദേഹത്തിന് ഗുരുവായൂർ കേശവന് മോക്ഷം കിട്ടി എന്ന് പറഞ്ഞതിനെ ഞാൻ എതിർത്തിട്ടില്ല. പക്ഷെ ഗുരുവായൂർ കേശവൻ എന്ന നല്ല അച്ചടക്കമുള്ള ആനയാകുന്നതിന് മുമ്പ് അതിനെ അനുഭവിപ്പിച്ച വേദനയും മനുഷ്യനെ അനുസരിക്കാൻ വേണ്ടി അതിന് എതിരെ ചെയ്തിരിക്കുന്ന ക്രൂരമായ താടനവും എല്ലാത്തിനെയും കുറിച്ച് ഓർമ്മിക്കണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം പറഞ്ഞ ഗണപതിയുടെ മുഖം ആനയെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും. അതുകൊണ്ട് ആന ഉത്സവത്തിന് അത്യാവശ്യമാണ്. മാത്രമല്ല ആന ഈശ്വര സങ്കല്പത്തിന്റെ ഭാഗമായതുകൊണ്ട് ഉത്സവത്തിന് ആന ആവശ്യമാണ്. യോഗ സാധന ഓർമ്മശക്തി ഇവയുടെ പ്രതീകമാണ് ആന. അതെനിക്ക് തോന്നണില്ല, അത് അദ്ദേഹം ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. പിന്നെ ഗണപതി എല്ലാ വിഘ്നത്തിൻ്റെയും മൂർത്തിയായിട്ട് നമ്മൾ ആരാധിക്കാറുണ്ട്. ആനയെ കാണുമ്പോൾ നമുക്ക് ഗണപതിയെയാണ് ഓർമ്മ വരുന്നത് എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു. ഇതിലൊന്നിലും ഞാൻ ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല. ഗണപതി ആനയാണ്, അപ്പൊ ആനയെ ഉപയോഗിക്കണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗത്തെ കാണുമ്പോൾ ഒരു ഈശ്വരനെയാണ് ഓർമ്മ വരുന്നത്, അതുകൊണ്ട് ആ മൃഗത്തെ ഉത്സവത്തിന് എഴുന്നള്ളിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഈശ്വരനെ കാണുമ്പോൾ ഈ മൃഗത്തെ ഓർമ്മ വരുന്നു, ഈ മൃഗത്തെ കാണുമ്പോൾ ആ ഈശ്വരനെ ഓർമ്മ വരുന്നു എങ്കിൽ നമ്മൾ ഒരു കാര്യവും കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ വാദം ശരിക്കും എടുക്കുകയാണെങ്കിൽ നമുക്ക് അയ്യപ്പനെ കാണുമ്പോൾ, മണികണ്ഠനെ കാണുമ്പോൾ പുലിയിൽ സഞ്ചരിക്കുന്ന അയ്യപ്പനെയാണ് ഓർമ്മ വരുന്നതെങ്കിൽ നമുക്ക് ശബരിമല ഉത്സവത്തിന് ഉപയോഗിക്കേണ്ടത് ആനയല്ല, പുലിയാണ് ഉപയോഗിക്കേണ്ടത്. ദേവിയെ കാണുമ്പോൾ നമുക്ക് സിംഹത്തിനെയാണ് ഓർമ്മ വരുന്നതെങ്കിൽ ദേവീ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ഉപയോഗിക്കേണ്ടത് ആനയല്ല, ഓർമ്മ വരുന്ന സിംഹത്തെയാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ശ്രീവരാഹം ക്ഷേത്രത്തിലും അല്ലെങ്കിൽ കണ്ണൂരിനടുത്തുള്ള പന്നിയൂരിലെ ക്ഷേത്രത്തിലുമെല്ലാം ഈ മഹാവിഷ്ണു തന്നെ വരാഹാവതാരായിട്ടാണ് അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഈശ്വരനെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് വരാഹത്തെയാണ്, പന്നിയെ ആണെങ്കിൽ അവിടെ ഉത്സവത്തിന് ഉപയോഗിക്കേണ്ടത് ആനയല്ല, ഓർമ്മ വരുന്ന പന്നിയെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ശിവനെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് കാളയാണെങ്കിൽ ആ കാളയെ അല്ലേ അപ്പോൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ വാദത്തിന് വേണ്ടി എന്തെങ്കിലും നിരത്തിയാൽ ആ വാദം എവിടം വരെയും എത്തുമെന്നു കൂടി ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം പ്രാഗൽഭ്യമുള്ള ശ്രീ AKB നായർ ചിന്തിക്കേണ്ടതായിരുന്നു. അദ്ദേഹം അടുത്ത് പറഞ്ഞത് അഷ്ടദിഗ്ഗജങ്ങളെ കുറിച്ചിട്ടാണ്. അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് പറയുന്നത് ബലിക്കല്ലുകളാണ്. 8 ആനകളെ അമ്പലത്തിന് ചുറ്റും നിർത്തുന്നതല്ലല്ലോ. അപ്പൊ ആനകൾക്ക് സാങ്കല്പികമായിട്ട് ബലിക്കല്ല് ഉപയോഗിക്കാം എന്ന് ആരാധ്യനായ AKB നായർക്ക് പറയാമെങ്കിൽ നമുക്ക് ഉത്സവത്തിനും 15, 20, 30 ആനകൾക്ക് പകരം സാങ്കല്പികമായിട്ടുള്ള ആനയെ ഉപയോഗിച്ചാൽ പോരെ. സാങ്കല്പികമായിട്ടുള്ള ആനയെ ഉപയോഗിക്കുന്നത് ബലിക്കല്ലായിട്ട് തന്നെ അദ്ദേഹം ഉദാഹരണം കാണിച്ചു. മാത്രമല്ല നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ ഭൂമി തന്നെ ഒരു സാങ്കല്പിക ആനയുടെ പുറത്താണെന്നും അല്ലെങ്കിൽ ഒരു സർപ്പത്തിൻ്റെ പുറത്താണ് നിൽക്കുന്നതെന്നും പ്രതിഷ്ഠിച്ചിരിക്കുന്നതും എല്ലാം പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം ശരിക്കും ജീവനുള്ള ആനയുടെ പുറത്താണ് ഭൂമി നിൽക്കുന്നത് എന്നാണോ, ജീവനുള്ള സർപ്പത്തിൻ്റെ പുറത്ത് എന്നാണോ? മന്ദരപർവ്വതം കൊണ്ട് പാലാഴി കടഞ്ഞു എന്ന് പറഞ്ഞാൽ ശരിക്കും മന്ദരപർവ്വതം കൊണ്ടുവന്നിട്ടാണോ കടഞ്ഞത്? വാസുകി എന്ന സർപ്പത്തെയാണ് പാലാഴി കടയാൻ ഉപയോഗിച്ചത് ദേവാസുരന്മാര് എന്ന് പറയുമ്പോൾ ശരിക്കും 8 അടി നീളമുള്ള അല്ലെങ്കിൽ 15 അടി നീളമുള്ള സർപ്പത്തിനെയാണ് ഉപയോഗിച്ചത് എന്ന് AKB നായർക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇതെല്ലാം ഒരു കഥാരൂപത്തിലെ സാങ്കല്പിക പ്രതിഷ്ഠകളാണ് എന്നാണോ തോന്നുന്നത്? അങ്ങനെയല്ല, സാങ്കല്പികമല്ല എന്നാണ് തോന്നുന്നതെങ്കിൽ അത് എവിടെയോ വന്നിരിക്കുന്ന അബദ്ധമാണ്. കാരണം യഥാർത്ഥ സർപ്പത്തെ ഉപയോഗിച്ചാണ് പാലാഴി കടഞ്ഞതെങ്കിൽ എന്നും യഥാർത്ഥ മന്ദരപർവ്വതമാണ് ഉപയോഗിച്ചതെന്നും യഥാർത്ഥത്തിൽ 8 ആനകളാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള 8 ബലിക്കല്ലുകൾ ജീവനോടെ കൊടിയും പിടിച്ച് നിൽക്കുന്നത് എന്നുമാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ
ആ ധരിച്ചിരിക്കുന്നതിൽ എവിടെയോ തെറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ക്ഷേത്ര പഠനം നടത്തിയ വ്യക്തിയാണ് ആനയില്ലാത്ത ഉത്സവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ തന്നെ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. പണ്ട് കേരളത്തില് സാംബശിവൻ, ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാവായിട്ടുള്ള സാംബശിവന്റെ കഥാപ്രസംഗം ഇല്ലാത്തൊരു ഉത്സവം ചിന്തിക്കാൻ പറ്റില്ല, ബാലയില്ലാത്ത ഉത്സവം ചിന്തിക്കാൻ പറ്റില്ല, ഹിന്ദുക്കളെ തന്നെ ചീത്ത പറയുന്ന നാടകമില്ലാത്ത ഉത്സവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല, ഗാനമേള ഇല്ലാത്ത ഉത്സവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ക്ഷേത്രാന്തരീക്ഷത്തിൽ നിന്ന് മാറി ഇപ്പോഴും ഉത്സവം ഭംഗിയായിട്ട് നടക്കുന്നില്ലേ? അപ്പൊ ചിന്തിക്കാനും നമ്മളൊന്ന് പഠിക്കണ്ടേ? മാത്രമല്ല, പുരി ജഗന്നാഥ ക്ഷേത്രത്തിലും തിരുപ്പതിയിലെ ശ്രീനിവാസ ക്ഷേത്രത്തിലും ഒക്കെ ആനയെ വെച്ചുകൊണ്ടുള്ള ഒരു ഉത്സവത്തെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല. എന്താ കാരണം? അവർ ആന ഉപയോഗിച്ചിട്ടല്ല ഉത്സവം നടത്തുന്നത്, രഥം ഉപയോഗിച്ചിട്ടാ. ലക്ഷക്കണക്കിനും, മില്യൺസ് എന്ന് പറയാം, ദശലക്ഷക്കണക്കിനും ഭക്തന്മാർ പങ്കെടുക്കുന്ന ആ ഉത്സവങ്ങളും പഴനി ഉത്സവവും മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ഉത്സവവും ഭാരതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളും ആനകളില്ലാതെ അവർക്ക് ചിന്തിക്കാൻ സാധിക്കുമെങ്കിൽ കേരളത്തിൽ മാത്രം എന്താണ് ഇങ്ങനെ ആനകൾ കൂടിയേ തീരൂ, അതും 15, 20, 30, 40 കൂടിയേ തീരൂ എന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ചിന്തിക്കാനും പഠിക്കണം. നമ്മൾ പണ്ട് അമ്പലങ്ങളിൽ ഗ്യാസ് ഉപയോഗിച്ച് പായസം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമായിരുന്നോ? പണ്ട് ഇലക്ട്രിസിറ്റി കണക്ഷൻ അമ്പലത്തിനകത്ത് എടുക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നോ? പണ്ട് പൂജാരിമാര് ബാത്റൂമിൽ കുളിച്ച് പൂജ നടത്തുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നോ? ഇന്ന് അമ്പലങ്ങളിൽ അടിമുടി മാറ്റം വന്നില്ലേ? ഈ മാറ്റം എന്തുകൊണ്ടാ? ചിലതൊക്കെ ചിന്തിക്കാനും നമ്മൾ പഠിക്കണം. അങ്ങനെ പഠിച്ചു തന്നെ വേണം മുമ്പോട്ട് പോകാൻ. ഓരോ മൃഗത്തോടും ക്രൂരത ഒരു മൃഗത്തോടും ക്രൂരത പാടില്ല, ആനയോടെന്ന് മാത്രമല്ല. പറയാനൊക്കെ എളുപ്പല്ലേ? ഓരോ മൃഗത്തിനോടും ക്രൂരത പാടില്ല എന്നെല്ലാം നമുക്ക് പറയാം. പക്ഷെ കൺമുമ്പിൽ കാണുന്നു ഏറ്റവും വലിയ മൃഗമായ ആനയോട് കാണിക്കുന്ന ക്രൂരത. ആനയോട് കാണിക്കുന്ന ക്രൂരത ആനയോട് മാത്രമേ കാണിക്കാറുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ആന അമ്പലങ്ങളിൽ ഉപയോഗിക്കുന്നതിനെതിരെ ഞാൻ ക്ലാസ് എടുക്കാറുള്ളതും പഠിപ്പിക്കാറുള്ളതും. ആനയെ മാത്രമേ കൂച്ചുവലങ്ങിട്ട് നടത്താറുള്ളൂ, ആനയ്ക്ക് മാത്രമേ മതകളകുമ്പോഴത്തേക്കും അസാധാരണമായ ശിക്ഷ കൊടുക്കാറുള്ളൂ. ആന അനുസരിപ്പിക്കാൻ വേണ്ടി ആനയെ ക്രൂരമായി പീഡിപ്പിക്കുന്നത് പോലെ മറ്റൊരു മൃഗത്തെയും പീഡിപ്പിക്കാറില്ല. മാത്രമല്ല, ആ ആനയെയാണ് മണിക്കൂറുകളോളം ഒരു വെയിലത്ത് ഉത്സവത്തിന് നിർത്തുന്നത്. ആ ആനയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണോ കൊടുക്കുന്നത് എന്നുള്ളത് മൃഗഡോക്ടർമാർക്ക് പോലും സംശയമുള്ള അവസ്ഥയാണ്. ആ ആന മരിക്കാറാവുമ്പോൾ അതിനെ ദണ്ഡിപ്പിക്കുന്നതിൻ്റെ അവസ്ഥ ഒന്ന് നല്ലോണം അറിഞ്ഞിരുന്നെങ്കിൽ AKB നായർ ആനയെ ന്യായീകരിക്കുമായിരുന്നില്ല. അതുപോലെ ആന അനുഭവിക്കുന്ന വേദന, രാത്രിയും പകലും അതിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പാപ്പാന്മാര് ചെയ്യുന്നതെല്ലാം എന്താണ് എന്ന് ഗവൺമെന്റ് നിയമപ്രകാരവും ശിക്ഷാവിധികൾ നടപ്പാക്കിയും ക്രൂരമായി പെരുമാറുന്ന പാപ്പാന്മാരെ ശിക്ഷിക്കണം, അവരെ ബോധവൽക്കരിക്കണം എന്നെല്ലാം പറഞ്ഞ AKB നായരുടെ അടുത്ത് പറയാൻ ആഗ്രഹിച്ചത്, പാപ്പാന്മാരുടെ പെരുമാറ്റം 24 മണിക്കൂറും നമുക്ക് നേരിട്ട് അറിയണമെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിമാര് ഇന്ത്യൻ പ്രസിഡന്റിനെ പോലെ അവരെവിടേക്ക് പോകുമ്പോഴും അവർക്ക് ബ്ലാക്ക് കാറ്റും വൈറ്റ് കാറ്റും ഒക്കെ സെക്യൂരിറ്റി ഉള്ളതുപോലെ ആനപ്പാപ്പാന്മാരുടെ പുറകിൽ 5-6 പേരുണ്ടാവണം. ഈ പാപ്പാന്മാര് പെരുമാറുന്നത് എങ്ങനെയാണെന്നും അയാൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ മദ്യപിച്ച ആനയെ അടിച്ചിട്ടോ ശിക്ഷിച്ചിട്ടോ ഉണ്ടെങ്കിൽ അയാളെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാനും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന നിമിഷം തന്നെ വേറൊരു പാപ്പാനെ കൊണ്ട് ഈ ആനയെ കൈകാര്യം ചെയ്യിപ്പിക്കാനും ഒരു 3-4 പേര് 24 മണിക്കൂറും ഈ ആനപ്പാപ്പാന്റെ പുറകിൽ ഉണ്ടാവണം. സ്നേഹത്തോടു കൂടി ഒരു ആനപ്പാപ്പാൻ ആനയോട് പെരുമാറുന്നത് ഞാൻ ധാരാളം കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരാനയ്ക്കും മിക്കവാറും ഒരു പാപ്പാനും പെർമനന്റ് അല്ല. ആ പാപ്പാൻ രോഗം വന്ന് കിടക്കുകയോ വാർദ്ധക്യത്തിൽ മാറുകയോ അല്ലെങ്കിൽ 2-3 പാപ്പാന്മാർ സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ആനപ്പാപ്പാന്മാർ നന്നായിട്ട് പെരുമാറുകയാണെങ്കിൽ വളരെ നല്ലത് തന്നെയാണ്, അത് വേണ്ടതുമാണ്.
അല്ലാതെ പെരുമാറുന്നവരെ കുറിച്ചായിരുന്നു വിഷയങ്ങൾ പറഞ്ഞതും. അത് ആ ആന അനുഭവിക്കേണ്ടി വരുമ്പോൾ, മിണ്ടാപ്രാണിയായ ആന അനുഭവിക്കേണ്ടി വരുമ്പോഴുള്ള വേദന നമ്മൾ അടുത്ത ജന്മത്തിൽ ആനയായി ജനിച്ചാലേ മനസ്സിലാവുള്ളൂ എന്നും പറഞ്ഞതാണ് ഞാൻ എൻ്റെ പ്രഭാഷണം തുടങ്ങിയതും അവസാനിപ്പിച്ചതും. പാപ്പാന്മാർക്ക് ബോധവൽക്കരണം വേണം, ശിക്ഷ കൊടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉദാഹരണത്തിന് വേണ്ടി പറയാണ്, വിഷയത്തിൽ നിന്ന് മാറ്റിയല്ല പറയുന്നത്. ഇന്ന് പത്രമാധ്യമങ്ങളിൽ ഈ സ്ത്രീ പീഡനത്തെക്കുറിച്ചും ചെറിയ കുട്ടികളെ പോലും ലൈംഗികമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ചും ഇടയ്ക്കെങ്കിലും വാർത്ത വരാറുണ്ട്. അത് ചെയ്യുന്നത് ചില സ്ഥലത്ത് ജഡ്ജിമാരും IIM-ലെ ഫിനാൻസ് ഓഫീസർമാരുമാണ്. നല്ല ബോധമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും അറിവുള്ളവരും കഴിവുള്ളവരുമായിട്ടുള്ളവര്. ഇത്രയും അധികം വാർത്തകൾ പത്രമാധ്യമങ്ങളിലൂടെ വന്നിട്ടും വീണ്ടും അവര് സ്ത്രീകളെ പീഡിപ്പിക്കുന്നതായ വാർത്ത വരുന്നു. ഇത് ബോധമില്ലാത്തത് കൊണ്ടാണോ ബോധവൽക്കരണം ഇല്ലാത്തത് കൊണ്ടാണോ? അപ്പൊ ഇത്രയും വിദ്യാഭ്യാസം ഉള്ളവര്, ഇത്രയും വ്യക്തമായിട്ട് സംഭവങ്ങളുടെ ശിക്ഷയെക്കുറിച്ച് അറിയുന്നവര്, അവര് പോലും ഇങ്ങനെ ക്രൂരമായും നീചമായും പെരുമാറുന്നു എങ്കിൽ അത്രയൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്ത 24 മണിക്കൂറും ഒരു വലിയ മൃഗത്തിൻ്റെ ആനച്ചോറ്, കൊലച്ചോറ് എന്ന് പറഞ്ഞ ആനയെ സംരക്ഷിക്കുന്നവരുടെ പുറകെ ആനയെ സംരക്ഷിക്കുന്നവര്, അത് മിക്കവാറും ആനയും ആനപ്പാപ്പാനും മദ്യപിക്കുന്ന ഒരു കാലഘട്ടത്തില് ഈ ഓരോ ആനപ്പാപ്പാനെയും വിളിച്ച് ബോധവൽക്കരിക്കാൻ ആരാ ഉള്ളേ? ഇനി ബോധവൽക്കരിച്ച് കഴിഞ്ഞു കിട്ടുന്ന ബോധം അവൻ 24 മണിക്കൂറും ബോധത്തോടു കൂടി ഉപയോഗിക്കുമെന്ന് പറയാൻ സാധിക്കുമോ? ബോധവൽക്കരണം ഇല്ലാത്തത് കൊണ്ടാണോ ജഡ്ജി അഡ്വക്കേറ്റിനെ പിടിച്ച് ലൈംഗികമായി സംസാരിച്ചതും പെരുമാറിയതും? ബോധം ഇല്ലാത്തത് കൊണ്ടാണോ IIM-ലെ ഫിനാൻസ് ഓഫീസർ അവിടെയുള്ള സ്ത്രീയുടെ ശരീരം തൊടാനും ലൈംഗികമായിട്ട് പ്രേരിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചത്? ഇത് ബോധം ഇല്ലാത്തത് കൊണ്ടാണോ അല്ല ബോധവൽക്കരണം ഇല്ലാത്തത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ ഈ ഭാരതത്തിലെ 123 കോടി ജനതയെയും വേറെ ആരെങ്കിലും ഓരോ കാര്യത്തെക്കുറിച്ചും ബോധവൽക്കരിക്കേണ്ടി വരില്ലേ? അത് നോക്കണം. നമ്മുടെ പൂർവികര് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇപ്പോഴുള്ളവരാ തെറ്റ് ചെയ്യുന്നത് എന്ന് ശ്രീ AKB നായർ JCB കണ്ടുപിടിച്ചതിനെ കുറിച്ചും വനനശീകരണത്തെക്കുറിച്ചും പാറമേടകൾ നശിപ്പിക്കുന്നതിനെ കുറിച്ചും മൊട്ടക്കുന്നുകളാക്കുന്നതിനെ കുറിച്ചും കുന്നു നികത്തുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അതൊന്നും എൻ്റെ വിഷയമല്ല. അതില് എനിക്ക് ദുഃഖമില്ല എന്നല്ല. ആനയെ കുറിച്ച് പറയുമ്പോൾ അതിനിടയ്ക്ക് കയറി കുന്നും കാടും മേടും ഒക്കെ പറയുമ്പോൾ വിഷയത്തിൽ നിന്ന് ഒത്തിരി അപ്പുറത്തേക്ക് പോകുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വികാരത്തോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ട് പറയുന്നു, നമ്മുടെ പൂർവികര് തെറ്റ് ചെയ്തിട്ടുണ്ട്. പൂർവികര് തെറ്റ് ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. മണിക്കിണറിൽ കൊന്ന് താഴ്ത്തിയ എത്രത്തോളം ദേശാഭിമാനികളാണ് ഉള്ളത് എന്ന് ഈ കോഴിക്കോട് സാമൂതിരിയുടെ ചരിത്രം നോക്കിയാൽ അറിയാൻ സാധിക്കും. ഇന്നും ഗുരുവായൂർ അമ്പലത്തിലെ ജാതിയുടെ പേരില് ഏതെങ്കിലും വാദ്യഘോഷക്കാരനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ പണ്ടുള്ളവർ തിരുത്താത്തതിൻ്റെ കൂടിയാണ്. നമ്മുടെ അമ്പലങ്ങളില് ആടിനെയും കോഴിയെയും കൊല്ലുന്ന ധാരാളം അനുഭവങ്ങള് ശങ്കരാചാര്യര് പോലും ഇല്ലാതെയാക്കാൻ ശ്രമിച്ചിട്ട് പലപ്പോഴും പറ്റിയിട്ടില്ല. നാരായണ ഗുരുദേവനും ശ്രമിച്ചിട്ട് മുഴുവനും പറ്റിയിട്ടില്ല. അപ്പൊ നമ്മുടെ പൂർവികര് നല്ലവരായിരുന്നു, ഒരു സംശയമില്ല. ആ പൈതൃകം തന്നെയാ ഗോപാലകൃഷ്ണൻ എന്ന ഞാൻ പഠിപ്പിക്കുന്നതും. അതിൻ്റെ അർത്ഥം പൂർവികർ ചെയ്തതെല്ലാം നല്ലതാണെന്നും അല്ല. അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ താതസ്യ കൂപോയമിതി ബ്രുവാണ് കാ പുരുഷ ക്ഷാരജലം പിബതി, അച്ഛൻ കുഴിച്ച കിണറാണ് എന്ന് പറഞ്ഞ് ആ കിണറ്റിൽ ഇപ്പോൾ ഉപ്പുവെള്ളമാണെങ്കിൽ അത് കുടിക്കേണ്ട ആവശ്യമില്ലെന്ന് പൂർവികര് പറഞ്ഞ നന്മ നമുക്ക് എടുത്തൂടെ? നമ്മുടെ പൂർവികർ അമ്പലത്തിൽ വെടിക്കെട്ട് നടത്തിയിരുന്നില്ലല്ലോ, ഇപ്പൊ എന്തിനാ നടത്തുന്നത്? ആ വെടിക്കെട്ട് പൂർവികരുടെ തലയിൽ എന്തിനാ വെക്കുന്നത്? പൂർവികര് പണ്ട് ഷർട്ട് ഇടാതെയാണ് അമ്പലത്തിൽ പോയിരുന്നത്. അതിന് കാരണം ഷർട്ട് ഉണ്ടായിരുന്നില്ല. ഇന്നും ഷർട്ട് ഇടാതെ പോകണം എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഷർട്ട് ഇട്ടുകൊണ്ട് പോക്കൂടെ? നമ്മുടെ ശരീരം ലോകത്തെ മുഴുവൻ കാണിച്ചുകൊണ്ട് പോകണോ? പൂർവികർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്താനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിലെ കൃഷ്ണൻ, അങ്ങ് ഉദ്ധരിച്ച ഭഗവത്ഗീതയിലെ കൃഷ്ണൻ പറഞ്ഞത്, ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയാ വിമൃശ്യേത ദശേഷേണ
യഥേച്ഛസി തഥാ കുരു. വിമർശന ബുദ്ധ്യാ വിശകലനം ചെയ്തിട്ട് അർജുന നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യാനാ പറഞ്ഞത്. അത് കൃഷ്ണൻ പറഞ്ഞതാ, ഗോപാലകൃഷ്ണൻ പറഞ്ഞതല്ല. അതുകൂടി നമുക്ക് നോക്കണം. ദേവവാഹനത്തിന്റെ പുറത്ത് ആനകളെ എഴുന്നള്ളിക്കണമെന്ന് ഭക്തജനങ്ങൾക്ക് തോന്നിയാൽ അതിൽ ഗോപാലകൃഷ്ണന് തെറ്റു പറയാൻ സാധിക്കുമോ എന്ന് അദ്ദേഹം 2-3 പ്രാവശ്യം ആവർത്തിച്ചു ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആരാധ്യനായ AKB നായർ സാറേ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ദേവേന്ദ്രന്റെ വാഹനമല്ലേ ആന? മറ്റു ദേവന്മാരുടെ വാഹനം ആനയല്ലല്ലോ. അപ്പോ സുബ്രഹ്മണ്യ ക്ഷേത്രത്തില് ഉത്സവം നടത്താൻ ഉപയോഗിക്കേണ്ടത് ആനയെ അല്ല, അങ്ങയുടെ ഭാഷ്യപ്രകാരം ഉപയോഗിക്കേണ്ടത് മയിലിനെയാണ്. കാരണം മുരുകന്റെ വാഹനം മയിലാണ്, സുബ്രഹ്മണ്യന്റെ വാഹനം മയിലാണ്. അപ്പൊ ഗണപതി വാഹനത്തിൽ ഉത്സവം നടത്താൻ ഉപയോഗിക്കേണ്ടത് ഗണപതിയുടെ വാഹനത്തെയാണെന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ അത് എലിയാണ്. അപ്പോ ദേവീ ക്ഷേത്രത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉത്സവം നടത്താൻ ഉപയോഗിക്കേണ്ടത് സിംഹത്തെയാണ്. മണികണ്ഠന്റെ ക്ഷേത്രത്തിൽ ഉത്സവം നടത്താൻ ഉപയോഗിക്കേണ്ടത് പുലിയെയാണ്. കാരണം അവരുടെ വാഹനം അതായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ നോക്കുകയാണെങ്കിലും ദേവവാഹനത്തെ ആരാധിക്കുന്നു എന്നുള്ള ഭാവത്തിലാണെങ്കിൽ നമ്മൾ ദേവവാഹനത്തെയും ദേവനുമായി ബന്ധപ്പെട്ടതിനെയും ആരാധിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അമ്പലങ്ങളിലെ ഗണപതി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനകത്ത് ഒരു എലി പോലും നാശത്തിന് വിധേയമാവരുത്. ഗണപതിയുടെ അമ്പലം മുഴുവൻ ഉണ്ടാവേണ്ടത് എലിയാണ്. അതുപോലെ ശിവന്റെ അമ്പലത്തിൽ ശിവന്റെ കഴുത്തിലുള്ള പാമ്പാണ് ഉണ്ടാവേണ്ടത്. ഏതോ ഒരു അമ്പലത്തില് ധാരാളം പൂവൻ കോഴികള് സ്വൈര്യമായിട്ട് വിഹരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഐസൊലേറ്റഡ് കേസാണ്. ആ പൂവൻ കോഴികളെയെല്ലാം ആ അമ്പലത്തിൽ എന്തിനാ വിഹരിപ്പിക്കുന്നത്? അതിൻ്റെ ഉദ്ദേശം എന്താ? ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനൊരു ലക്ഷ്യം വേണ്ടേ? അത് പൂവൻ കോഴികളെ വിലസിപ്പിക്കുന്നു. അതിനി എന്താ ചെയ്യാൻ പോണത്? എത്രയോ അമ്പലങ്ങളില്, മാമാനിക്കുന്ന അമ്പലത്തില് ആയിരക്കണക്കിന് കോഴികളെയാണ് വഴിപാടിനായിട്ട് കൊടുക്കുന്നത്. അത് മുഴുവനും ലേലം വിളിച്ചെടുക്കുന്നത് മുസ്ലിങ്ങളും അന്ന് തന്നെ അതിനെ ചിക്കനായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ചിക്കനായിട്ട് അറുത്ത് കൊടുക്കുന്നുമുണ്ട്. അപ്പോ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നു എങ്കിൽ അതിനൊരു ന്യായീകരണം കണ്ടെത്തലല്ല, അത് ന്യായമാണോ എന്ന് അന്വേഷിക്കലാണ് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഒരാനയെങ്കിലും കൂടിയാലേ മതിയാവുള്ളൂ എന്നാണ്. ഒരാനയെങ്കിലും ഉണ്ടാവണമെന്ന് ഞാനും അത് തന്നെയല്ലേ പറഞ്ഞത്. 10, 15, 20 ആനകളെ കൂച്ചുവലങ്ങിട്ട് നിരക്കി നിർത്തി ആണിയടിച്ച കമ്പ് കൊണ്ട് അതിനെ നിയന്ത്രിച്ച്, കൊക്കുള്ള ആനയുടെ വടി കൊണ്ട് അതിനെ നിയന്ത്രിച്ച്, അതിനെ ഈ മനുഷ്യന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് വേദനിപ്പിച്ച് ദണ്ണിപ്പിക്കുന്നത് ഒഴിവാക്കണം എന്നല്ലേ ഞാനും പറഞ്ഞുള്ളൂ. ഞാൻ എല്ലാ ആനകളെയും മാറ്റണം, പൂർവീകർ ചെയ്തിരിക്കുന്ന എല്ലാ ആചാരങ്ങളും നമ്മൾ തിരുത്തണം എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര മഹത്വത്തെക്കുറിച്ച് പറയുന്ന ആള് തന്നെയാണ് ഗോപാലകൃഷ്ണൻ. മാത്രമല്ല, ക്ഷേത്ര ആചാരങ്ങളുടെയും ക്ഷേത്ര അനുഷ്ഠാനങ്ങളുടെയും ക്ഷേത്രത്തിൻ്റെയും അവിഭാജ്യ ഘടകമാണ് ആനകളെന്ന് ആരാധ്യനായ AKB നായർ പറയുമ്പോൾ ഒരു വാക്കുകൂടി ഇടയ്ക്ക് ചേർക്കേണ്ടിയിരുന്നു. കേരള ക്ഷേത്രത്തിൻ്റെ എന്ന് പറയേണ്ടിയിരുന്നു. കേരളത്തിന് പുറത്തുള്ള ഇത്രയും വിസ്തൃതമായ ഭാരതത്തില് 123 കോടി ജനങ്ങള് വസിക്കുന്ന ഭാരതത്തില് 3.5 കോടി മാത്രം ജനങ്ങൾ വസിക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മാത്രമാണ് ഈ ദേവപ്രശ്നവും ഈ ആനയും ഇത്രയും വെടിക്കെട്ടുമുള്ളത് എന്നുകൂടി അറിയണ്ടേ? അപ്പൊ ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമല്ല ആന, കേരള ക്ഷേത്ര സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. കേരളത്തിന് പുറത്തെ ഒരു ക്ഷേത്രങ്ങൾക്കും, ആസാമിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആനകൾ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ ആനകളില്ല. ബന്ദിപ്പൂർ വനത്തിൽ നിന്നാണ് ആന പിടിക്കാറുള്ളതെന്ന് കേട്ടിട്ടുണ്ട്. അത് കർണാടകത്തിലാണ്. അവിടുത്തെ ക്ഷേത്രങ്ങളിൽ ആനകളില്ല. തമിഴ്നാട്ടിലും ധാരാളം ആനകളുണ്ട്, അതിലത്തെ ക്ഷേത്രങ്ങളിലില്ല. അപ്പൊ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മാത്രം ആനകൾ ഉള്ളപ്പോ അത് കേരളത്തിലെ ക്ഷേത്രത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്ന് പറയേണ്ടിയിരുന്നു. നമ്മുടെ പുരാണങ്ങളിലോ ദർശനങ്ങളിലോ വേദങ്ങളിലോ വേദാംഗങ്ങളിലോ ഉപവേദങ്ങളിലോ ഇതിഹാസങ്ങളിലോ ക്ഷേത്രങ്ങളിൽ ആനകളെ ഉപയോഗിച്ചതായിട്ട് പറഞ്ഞിട്ടില്ല. ആഗമങ്ങളിൽ കാണുമായിരിക്കാം, പിന്നീട് എഴുതപ്പെട്ടതായതുകൊണ്ട്.
അല്ലെങ്കിൽ തന്ത്രസമുച്ചയത്തിൽ എഴുതിയ കാലത്ത് അതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ടാവാം. അത് സ്വാഭാവികമായിട്ടും ഏത് പുതിയ പുതിയ പുസ്തകങ്ങൾ എഴുതുമ്പോഴും അഡീഷനും ഡിലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തുന്നത് ആ എഴുതുന്ന വ്യക്തിയുടെ ബുദ്ധി അനുസരിച്ചിട്ടാണ്. അതെല്ലാം നമ്മുടെ പൂർവിക ഋഷിവേദ്യന്മാരുടെ കോൺട്രിബ്യൂഷൻ ആണ്, അല്ലെങ്കിൽ കമ്പൽഷനും ഡയറക്ഷനും ഇൻസ്ട്രക്ഷനുമാണ് എന്ന് പറയുന്നത് അത്രയും ശരിയല്ലല്ലോ. ഇത്രയും പറഞ്ഞുകൊണ്ട് ക്ഷേത്രങ്ങളിൽ ആനകൾ ഉപയോഗിക്കുമ്പോൾ മിനിമം ആക്കണം. ആ ക്ഷേത്രങ്ങളിലെ ആനകളെ വേദനിപ്പിക്കുമ്പോൾ അതിന് ഗവൺമെന്റോ നീതിന്യായ വ്യവസ്ഥയോ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരോ വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ വേനൽക്കാലത്ത് കേരളത്തിലെമ്പാടും ആനകൾ ഉണ്ടാക്കിയ പ്രശ്നത്തിന്റെ പ്രധാന കാരണം ആനപ്പാപ്പാന്മാരുണ്ടാക്കിയ പ്രശ്നമാണ്. ഇന്നും അതിനെ കൂച്ചു വിലങ്ങിട്ട് മതമിളകിയ പേരിൽ അതിനെ അനുഭവിപ്പിക്കുന്ന വേദനയും ആ ആനയ്ക്ക് ജീവിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കാതെ വേദനിപ്പിക്കുന്നതും ആരെങ്കിലും ഒരാൾ പറയണ്ടേ എന്നുള്ള കാരണത്താലാണ് ഞാനത് പറഞ്ഞത്. ആരാധ്യനായ AK.B. നായർ സാറ് ഞാൻ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളിൽ യോജിക്കുന്നുണ്ട്, അതിൽ സന്തോഷമുണ്ട്. യോജിക്കുന്നില്ലെങ്കിലും ഒരു ദുഃഖവുമില്ല. പക്ഷെ അങ്ങയുടെ ആ സന്ദേശം ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. നമ്മൾ പല കാര്യത്തിലും വളരെയേറെ യോജിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ പറയാത്തത് അങ്ങ് പറഞ്ഞതുകൊണ്ട് അതിന് ക്ലാരിഫിക്കേഷനും, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാതെ പറഞ്ഞതുകൊണ്ട് അതിന് ക്ലാരിഫിക്കേഷനും, ചില സങ്കല്പങ്ങൾ യഥാർത്ഥങ്ങളാണെന്ന രീതിയിൽ പറഞ്ഞത് അതിൻ്റെ ക്ലാരിഫിക്കേഷനും, അഷ്ടദിഗ്ഗജങ്ങൾ സങ്കല്പമാണെന്നും ആനയല്ലെന്നും അതുപോലെയുള്ള കാര്യങ്ങൾ വിവരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു കാര്യം ഞാൻ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. വെല്ലുവിളിക്കാനോ എതിർക്കാനോ പുച്ഛിക്കാനോ അവഹേളിക്കാനോ അപകീർത്തിപ്പെടുത്താനോ തരം താഴ്ത്താനോ അങ്ങയുടെ കഴിവിനെ കുറിച്ച് ചോദ്യം ചെയ്യാനോ ഒന്നുമല്ലെന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ തൊഴുകയോടെ നിന്ന് അങ്ങയുടെ യൂട്യൂബിലെ സന്ദേശം കേൾക്കുന്നവർക്ക് ഈ ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ തിരസ്കരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.